ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല കിടിലം പരിപ്പ് കറി ഉണ്ടാക്കിയാലോ. നെയ്യൊക്കെ ഒഴിച്ച് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പരിപ്പ് കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 പച്ചമുളകാണ്. ഈ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഇടാം. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. പരിപ്പിന് നികന്ന വെള്ളം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത്. ഇനി ഒരു 3-4 വിസിൽ നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കണം. ആ നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നല്ല ജീരകമാണ്. കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കണം. അത്ര തീരെ അങ്ങ് നൈസായിട്ട് അരച്ചെടുക്കണ്ട. അത് ഒരു മീഡിയം രീതിയിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ നമ്മുടെ വെന്ത പരിപ്പ് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. മൺചട്ടി ആയതുകൊണ്ടും പരിപ്പായതുകൊണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുക്കുവാണേ. ഈ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പരിപ്പിന് എന്തുമാത്രം തിക്നെസ് വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് നന്നായിട്ട് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. പരിപ്പായതുകൊണ്ട് നമുക്ക് ആറി കഴിയുമ്പം കുറച്ചും കൂടെ ഒന്ന് കട്ടിയാകും. അപ്പോൾ അതനുസരിച്ച് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. തേങ്ങയുടെ അരപ്പും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പരിപ്പും തേങ്ങയും എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ഒന്നുകൂടി ഉപ്പ് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ആദ്യമേ കുറച്ച് ഉപ്പിട്ട് നമ്മൾ വേവിച്ചാൽ മതി. ലാസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം കൂടിയൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പം ഉപ്പിൽ മാറ്റം വരും. അതുകൊണ്ടാണ് ലാസ്റ്റ് ഉപ്പ് ചേർക്കാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇനിയിപ്പം ഞാൻ ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോഴേക്കും ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ കടുക് പൊട്ടിക്കാതെ എന്ത് കറിയല്ലേ? കടുക് പൊട്ടിച്ചാൽ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. അത് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കടുക് പൊട്ടിക്കുമ്പോഴും പരിപ്പിൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ടേ. ഇതിനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാറുണ്ടല്ലേ, കുറച്ച് കറി എടുത്ത് നമ്മുടെ ചട്ടിയിലേക്ക് അങ്ങ് ഒഴിക്കും. കടുക് പൊട്ടിച്ച് ചട്ടിയിലേക്ക്, എന്നിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ കേൾക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടമാട്ടോ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ട്. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ കിടിലൻ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചങ്ങ് കഴിക്കണം.
അമ്പൊക്കെ ഇടു ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാട്ടോ. ഓക്കെ, ബൈ.